الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പുണ്യമായ പവിത്രമായ റമളാൻ ശരീഫിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കട്ടെ. മനുഷ്യനെ പോലെ, മലക്കുകളെ പോലെ, ജിന്നുകളെ പോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് സ്വർഗം എന്നുള്ളത്. നിരന്തരമായി ഓരോ വിശ്വാസികളും അള്ളാഹുവിനോട് തേടുന്നതും ആ സ്വർഗത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പിക്കണേ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇദാ സഅൽതുമുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിനെയാണ് തേടുന്നതെങ്കിൽ ഫസ്അലൂഹു അൽ ഫിർദൗസ, ഉന്നതമായ ഫിർദൗസ് എന്ന സ്വർഗത്തിനെ തേടാൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. കാരണം ഫഇന്നഹാ അഅലൽ ജന്ന, അതാണ് ഉന്നതമായ സ്വർഗം. വവസ്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗവും അത് തന്നെയാണ്. അപ്പൊ റബ്ബിനോട് തേടുന്നു എങ്കിൽ ഫിർദൗസ് എന്ന സ്വർഗത്തിനെ തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം ചില ആൾക്കാരെങ്കിലും ദ്വാരക്കുന്നുണ്ട്, പടച്ചോനെ എന്നെ അവസാനമായിട്ടൊന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, അല്ലെങ്കിൽ ഒരു സ്വർഗത്തിന്റെ മൂലയിലെങ്കിലും എന്നെ കൊണ്ടൊന്ന് ഇരുത്തണേ. അങ്ങനെ ചോദിക്കരുത്. റബ്ബിനോട് ചോദിക്കുന്നെങ്കിൽ ഇദാ സഅൽതുമുല്ലാഹ അൽ ജന്ന, റബ്ബിനോട് നിങ്ങൾ സ്വർഗമാണ് തേടുന്നത് എങ്കിൽ ഫസ്അലൂഹു അൽ ഫിർദൗസ്, ഫിർദൗസിനെ തന്നെ ചോദിക്കണം എന്നാണ്. അപ്പോൾ നിരന്തരമായി തെറ്റ് ചെയ്യുന്നവരും തെറ്റ് ചെയ്യാത്തവരും നിസ്കരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആഗ്രഹിക്കുന്നതും റബ്ബിനോട് തേടുന്നതും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണ്. പക്ഷെ സ്വർഗം തിരിച്ച് മാടി വിളിക്കുന്ന, സ്വർഗം ഇഷ്ടപ്പെടുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന 4 വിഭാഗത്തെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ എന്നിലേക്ക് വന്നിരുന്നു എങ്കിൽ, അവൾ അല്ലെങ്കിൽ എന്നിലേക്കൊന്ന് വന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിയായ സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുകയാണ്. അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, 4 വിഭാഗം ആൾക്കാരെ സ്വർഗം ആഗ്രഹിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വർഗം 4 വിഭാഗക്കാരെ പ്രത്യേകമായി കൊതിയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഒന്ന് താലിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്നവരാണ്. ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും മറ്റു ഒഴിവ് സമയങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിനെ നിരന്തരമായി പാരായണം ചെയ്യപ്പെടുന്നവരെ സ്വർഗം മാടി വിളിക്കും എന്നാണ്. സ്വർഗം അങ്ങോട്ട് ആഗ്രഹിക്കുമെന്നാണ്. അവൻ എന്നിലേക്ക് വന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ നിരന്തരമായി ഖുർആൻ ഓതുന്നവനാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. അവൻ എന്നിലേക്ക് വന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സ്വർഗം ആഗ്രഹത്തോടെ കാത്തിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. രണ്ടാമത് സ്വർഗം ആഗ്രഹിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം വമുത്ഇമുൽ ജിആൻ, വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കുന്നവനാണ്. ആർക്കാണോ ഭക്ഷണം അത്യാവശ്യ ഘട്ടത്തിലുള്ളത് അവന് ഒരു ഗ്ലാസ് വെള്ളം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ വിശപ്പ് മാറാൻ ഉതകുന്ന എന്തെങ്കിലും വസ്തുക്കൾ അവന് കൈമാറൽ കൊണ്ട്, ഒരാളുടെ വിശപ്പ് മാറ്റൽ കൊണ്ട് സഹായിക്കുന്നവനെ സ്വർഗം അങ്ങോട്ടേക്ക് മാടി വിളിക്കുകയാണ്. അവൻ എന്നിലേക്ക് വന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ റമളാൻ ശരീഫിൽ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സാധാരണക്കാരായ ആൾക്കാരെ നമ്മുടെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറ സംഘടിപ്പിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ എന്ന നിലയ്ക്കെങ്കിലും ഒരാളെ, കാരണം നോമ്പ് എന്ന് പറയുന്നത് വിശപ്പും ദാഹവും സഹിച്ചിരിക്കുന്ന ഒരു വലിയ ത്യാഗനിർഭരമായ ആരാധനയാണ് നോമ്പ് എന്ന് പറയാം. അപ്പൊ ആ നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലിയും വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന കൂലിയും ലഭിക്കുന്നതിലൂടെ അതിനേക്കാൾ ഉപരി വിശക്കുന്നവനെ ആഹാരം നൽകുന്നവന് അള്ളാഹു നൽകുന്ന സ്ഥാനമാനം, രണ്ടാമത്തെ സ്ഥാനം, സ്വർഗം അവനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത് സ്വർഗം മാടി വിളിക്കുന്ന മൂന്നാമത്തെ വിഭാഗം വസ്സായിമു, നോമ്പുകാരാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി, നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി
നോമ്പെടുക്കുന്ന മുഅ്മിനീങ്ങളെ വിശ്വാസികളെ സ്വർഗം മാടി വിളിക്കുകയാണ്. മാത്രമല്ല ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ ഒരു കവാടത്തിന്റെ പേര് തന്നെ റയ്യാൻ എന്ന് പറയുന്ന പേരാണ്. ആ കവാടത്തിലൂടെ കടന്നു പോകുന്നവർ നോമ്പുകാര് മാത്രമാണ്. അപ്പൊ സ്വർഗവും റയ്യാൻ എന്ന് പറയുന്ന കവാടവും മാടി വിളിക്കുകയാണ്, ഇതിലേക്ക് വാ, നീ ഇതിലേക്ക് വാ, നീ എല്ലാ ത്യാഗവും സഹിച്ചിട്ട് റബ്ബിന് വേണ്ടി നോമ്പെടുത്തവനല്ലേ, നീ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ച പെണ്ണല്ലേ, അതുകൊണ്ട് ഇതിലൂടെ കടന്നു വാ എന്ന് പറഞ്ഞ് റയ്യാൻ എന്ന് പറയുന്ന കവാടവും സ്വർഗവും മാടി വിളിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. അത്രത്തോളം സ്ഥാനമാണ്, അത്രത്തോളം പരിഗണനയാണ് നോമ്പുകാർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹളറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി നാലാമതായിട്ട് സ്വർഗം മാടി വിളിക്കുന്ന നാലാമത്തെ വിഭാഗം ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാണ്. അത് നോമ്പുകാലത്തിൽ മാത്രമല്ല, മറ്റുള്ള സമയങ്ങളിലും മുഴുവൻ സമയങ്ങളിലും നാവിനെ സൂക്ഷിച്ച് നല്ലതുപോലെ നാളെ പരലോകത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ 4 വിഭാഗത്തിനെ നോക്കിയിട്ട് സ്വർഗം പറയുമെന്നാണ്, അള്ളാഹുവേ, ഇവൻ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തവനാണ്, അതുകൊണ്ട് അവനെ എന്നിലേക്ക് വിടണം. നോമ്പുകാരെ നോക്കിയിട്ട് സ്വർഗം പറയുമെന്നാണ്, അള്ളാഹുവേ, ഇവൻ നിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുത്തവനാണ്, അവൻ ആരെയും കാണിക്കാനല്ല, പകൽ അന്തിയോളം വെറും പട്ടിണിക്കിരുന്നവനല്ല, നിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി നോമ്പെടുത്തവനാണ്, അതുകൊണ്ട് എന്നിലേക്ക് കടത്തിവിടുക. അതുപോലെ വിശക്കുന്നവന് ഭക്ഷണം നൽകിയവനെ നോക്കിയിട്ട് സ്വർഗം വിളിച്ചു പറയും, അള്ളാഹുവേ, ഈ വാതിലിലൂടെ അവനെ എന്നിലേക്ക് പ്രവേശിപ്പിച്ചാലും. അങ്ങനെ ഈ 4 വിഭാഗത്തിനെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതുകൊണ്ട് പ്രിയ മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, ഇതൊക്കെ നമ്മളെ കൊണ്ട് ഒരു അളവോളം സൂക്ഷിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകളാണ് ഇതൊക്കെ. നാവിനെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നിരന്തരമായി ഖുർആൻ ഓതാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയും. വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയും. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി യാതൊരു വിധമായ കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതെ നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മൾ വിചാരിച്ചാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വർഗം മാടി വിളിക്കുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവേ, ഈ നോമ്പുകാരായി നമ്മൾ തേടുന്ന ഈ പ്രാർത്ഥനയെ നീ തള്ളിക്കളയല്ലേ പടച്ചവനെ. നിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുത്ത് നിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പുകാർക്ക് ഭക്ഷണം നൽകുന്ന, നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല അടിമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ റമദാൻ ശരീഫൊക്കെ നാളെ പരലോകത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന നല്ല ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആരക്കണമെന്ന വസിയത്തോടുകൂടി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.